ഹലോ തായറ, എനിക്ക് ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. എനിക്ക് ഇന്നലെ അയച്ചെന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു 1 മീറ്റർ ബൈ 1 മീറ്ററിനുള്ളിൽ ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ 1 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഇതിനെ നമുക്കൊരു ബോർഡർ വേണം. ആ ബോർഡർ ഓഫ്സെറ്റ് ചെയ്യാം. ഒരു 2 സെൻറ്റിമീറ്റർ ബോർഡർ. ഓക്കെ. എന്നിട്ട് നമ്മളെ മറ്റേ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈന് നമ്മൾക്ക് ഓട്ടോകാഡിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു സൈസ് എടുക്കുക. ഓക്കെ, ഇതാണ് സൈസ്. കുറച്ചും കൂടി വലിപ്പമുണ്ടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നോക്കിയാൽ മതി. ഈ സാധനം നമുക്കൊരു 2 സെൻറ്റിമീറ്ററൊക്കെ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഇത് 1 കാണിക്കുന്നത്. കുറച്ചും കൂടി വലിപ്പമുണ്ടാക്കട്ടെ. 2 സെൻറ്റിമീറ്ററൊക്കെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുക. അത് ഞാൻ കട്ട് ചെയ്തിട്ട് 4 പീസാക്കിക്കണം. 4 പീസിൽ ഒരു പീസാണിത്. നമുക്ക് ഈ ഒരൊറ്റ പീസ് മതി. ഈ ഒറ്റ പീസ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരയ്ക്കുക. ലൈൻ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതിന് മേലക്കൂടെ അങ്ങനെ വരക്കുക കേട്ടോ. ഓക്കെ, ഉള്ളിൽ കൂടി അതേപോലെ വരക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തതൊക്കെ അങ്ങനെ വരക്കുക. പിന്നെ ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇതും വരക്കുക. എല്ലാ ഭാഗവും കവർ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ വരച്ചതിലും മിസ്സായിക്കണമെന്ന് നോക്കാൻ ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, മിസ്സായിക്കണമൊക്കെ പിക്ചർ ഒന്ന് മൂവ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ചിത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ചിത്രം ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് മിറർ കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇതിപ്പോൾ ഫില്ലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിലിപ്പോൾ കുറേ മിസ്റ്റേക്കുകളുണ്ട്, അതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഇത് ട്രിം ചെയ്ത് കളയുക. ഇതേപോലെ ഇവിടെ കണ്ട ഇത് ആദ്യം തന്നെ ട്രിം ചെയ്താൽ മതി. അപ്പം ആദ്യം തന്നെ ട്രിം ചെയ്യണമെങ്കിൽ Ctrl Z അടിച്ചിട്ട് പഴയ ക്വാർട്ടർ പീസ് തന്നെ ആക്കിയിട്ട് ഇതിൽ തന്നെ പെർഫെക്ഷൻ ആക്കി എടുക്കുക. ഇതൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിറർ അടിക്കുക. ഓക്കെ, മിറർ അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. ഉള്ളത്തെ വെച്ചിട്ട് മിറർ അടിച്ചു. ഇനി അതായത് ഇവിടെയൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ജോയിൻ ചെയ്യണ്ട, അത് നമുക്കിങ്ങനെ കൂട്ടി യോജിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സെൻറ്ററിലാക്കി നിർത്തുക. ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇതുകൊണ്ട് പുറത്തേക്ക് മാറ്റിച്ച് ഇതിൻ്റെ ഒരു സെൻറ്ററിൻ്റെ എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ, ഇതിനൊക്കെ പിക്ക് പോയിൻറ്റുകൾ കിട്ടും. അതാണ് സ്നാപ്പ് എന്ന് ഞാൻ ആ ടൂൾസിൽ പറഞ്ഞിട്ടുണ്ട്.
നമ്മളിങ്ങനെ അടുത്തേക്ക് കൊണ്ടു വെക്കാൻ പോകുമ്പോൾ ഒരു ഗ്രീൻ ഒരു സാധനം വരുന്നുണ്ട്, ഒരു പിക്ക് പോയിൻ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ മിറർ ചെയ്ത് പോവാം. മിറർ ചെയ്ത് പോവാം. ഇത്രയും പോർഷനൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, ഇത് മിറർ ചെയ്യാം. ഇതും താഴത്തേക്കും ആയപോലെ തന്നെ മിറർ ചെയ്യാം. മിറർ ചെയ്തിട്ട് ഈ ലൈൻ ഇതിപ്പോൾ ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. റെഡ്, ഈ റെഡ് ഇതാണ് നമ്മളെ ബോർഡർ. ഓക്കെ, ഈ ലൈൻ നമുക്ക് ഇതുമെന്നൊക്കെ കണ്ട് ട്രിം ചെയ്തെടുക്കുക. ഇതിപ്പോൾ സെയിം ഡിസൈൻ അല്ല, ഏകദേശം അതുപോലത്തെ ഡിസൈനാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, ഇത്ര ഉള്ളൂ സംഭവം. എന്നിട്ട് ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാണുന്നതൊക്കെ ട്രിം ചെയ്തിട്ട് നമ്മൾ ബോർഡറിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ ഇങ്ങനെ ട്രിം ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ഡിസൈനായിട്ട് മാറും. ഇത്ര ഉള്ളൂ പരിപാടി. ഇതിപ്പോൾ 1 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ ഉണ്ടോ ഡയമെൻഷൻ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 മീറ്റർ ബൈ 1 മീറ്ററിൻ്റെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസൈൻ ഉണ്ട്. ഞാനൊന്നും ഡിസൈന് കറക്റ്റ് കറക്റ്റ് നോക്കാതെ ജസ്റ്റ് ഒരു പീസ് മാത്രം എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു അതായത് ചെയിൻ ടൈപ്പ് ഡിസൈനുകൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ഡിസൈനുകളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ മിറർ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിറർ ചെയ്ത് പോയാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി.